മാഷിൻ്റെ സ്വന്തം അപ്പു ഭാഗം 15. രചന സംഭാഷണം രുദ്രപ്രിയ. സാവിത്രി ടീച്ചർ സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോൾ എല്ലാ പേരുമുണ്ട്. പുഞ്ചിരിക്കുന്ന മുഖവുമായി കയറി വരുന്നവളെ എല്ലാവരും നോക്കി. എന്താ ടീച്ചർ, നല്ല സന്തോഷമാണല്ലോ. അതെല്ലാവരോടും ഒന്ന് പറയാനുണ്ട്. അടുത്ത ഞായറാഴ്ച എൻ്റെ വിവാഹ നിശ്ചയമാണ്. എല്ലാവരും വരണം. ചടങ്ങുകൾ വീട്ടിൽ വെച്ച് തന്നെയാണ്. ഇനി ആരെയും പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നന്ദൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. എവിടുന്നാ ടീച്ചർ ചെറുക്കൻ? വിഷ്ണുവാണ് അത് ചോദിച്ചത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓവർസിയർ ആണ്. പേര് സതീശൻ. ജലജ ടീച്ചർ സാവിത്രിയുടെ കൈകളിൽ പിടിച്ചു. എന്തായാലും നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ആരെയാണ് ചേർത്ത് വെക്കേണ്ടതെന്ന് ഈശ്വരൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ടീച്ചർ. ഞാനതറിയാൻ വൈകിപ്പോയി എന്ന് മാത്രം. ചേരേണ്ടതല്ലേ ചേരാവൂ എന്ന് പറയുന്നത് എൻ്റെ കാര്യത്തിൽ സത്യമാണ്. സാവിത്രിക്ക് ഈ ജന്മം സതീശനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സമാധാനമുള്ളത് എന്നെ നല്ല മനസ്സിലാക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി. എന്തും തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ്. അത്യാവശ്യം ഹ്യൂമർ സെൻസുള്ള കൂട്ടത്തിലാണ് കേട്ടോ ടീച്ചറെ. പുള്ളിക്കാരൻ എന്നെ നന്നായി കളിയാക്കാൻ അറിയാം. ആദ്യമൊക്കെ എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു നന്ദൻ മാഷിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, എന്നെ ഇഷ്ടപ്പെടുന്നവരെയാണ് ഞാൻ ഇഷ്ടപ്പെടേണ്ടതെന്ന്. ഈ ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറയുന്നത് ആരിൽ നിന്നും നമുക്ക് പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. എൻ്റെ കാര്യത്തിൽ അങ്ങനെയെല്ലാം തീരുമാനമായി. അച്ഛനും അമ്മയ്ക്കും ഒക്കെ വളരെ സന്തോഷമാണ്. വിവാഹം കുറച്ച് ലേറ്റായാലും നല്ല ആലോചന തന്നെ മകൾക്ക് കിട്ടിയല്ലോ എന്ന സന്തോഷം. അവരുടെ സന്തോഷത്തേക്കാൾ വലുതായി ഇപ്പോഴെനിക്ക് ഒന്നുമില്ല. അപ്പോൾ നിനക്ക് ഇഷ്ടമില്ലാതെയാണോ സാവിത്രി ഈ വിവാഹം? ഒരിക്കലുമല്ല ടീച്ചർ. ഞാനിപ്പോൾ മനസ്സുകൊണ്ട് സതീശൻ്റെ ഭാര്യയാവാൻ ഒരുങ്ങുകയാണ്. എല്ലാവർക്കും ആ വാർത്ത സന്തോഷമാണ് നൽകിയത്, പ്രത്യേകിച്ച് നന്ദന്. അവൻ കാരണം ടീച്ചർ വിഷമിക്കുന്നു എന്നൊരു ചിന്ത നന്ദനുണ്ടായിരുന്നു. അതങ്ങ് മാറിക്കിട്ടി. എൻഗേജ്മെൻറ്റിന് മാഷ് തീർച്ചയായും വരണം. അതെന്താടോ ഞാൻ വരേണ്ടേ? വിഷ്ണു കളിയാക്കിയാണ് അത് ചോദിച്ചത്. രണ്ടുപേരും തീർച്ചയായും വരണം. വൈകുന്നേരം അപ്പു ഒരുങ്ങുന്നത് കണ്ട് രാധ അവളുടെ അടുത്തേക്ക് ചെന്നു. ഇതെവിടേക്കാ അപ്പു നീ ധൃതി പിടിച്ചൊരുങ്ങുന്നത്? എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ കുന്നിന്മേലുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലൊന്ന് പോവുകയാമേ. അതെന്താ അപ്പു പെട്ടെന്നൊരു പോക്ക്? എക്സാം വരികയല്ലേ, അതുകൊണ്ട് നേരത്തെ പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് കരുതി. പേന പൂജയ്ക്ക് കൊടുക്കാനുമുണ്ട്. നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നല്ലോ. എന്തായാലും ഇന്നിനി പോണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് പോകാം. അത് പറ്റില്ല, എനിക്ക് പീരീഡ്സ് ആവാനുള്ള ഡേറ്റ് എടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ നാളെ പോകാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റില്ല അമ്മ. എന്നാൽ വേഗം പോയേച്ചും വാ, ഒരുപാട് ലേറ്റ് ആവാൻ നിൽക്കരുത്. ഞാനെങ്കിൽ അനീഷിനെ വിളിച്ച് വിവരം പറയാം നിന്നെ വന്ന് കൂട്ടാൻ. അത് വേണ്ട, ഞാൻ പോയിട്ട് വേഗം ഇങ്ങി വരും. അപ്പു ധൃതിയിൽ ഇറങ്ങി. പതിവില്ലാതെ മുണ്ടും ഷർട്ടുമൊക്കെ ധരിച്ച് ഇറങ്ങി വരുന്ന നന്ദനെ ഭാർഗവനും സൗദാമിനിയും സംശയത്തോടു കൂടി നോക്കി. ഇതെവിടേക്കാ? നീ വല്ല കല്യാണത്തിനും പോകുന്നുണ്ടോ? മുണ്ടും ഷർട്ടുമൊക്കെ ഇട്ട് സൗദാമിനി നന്ദനെ തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വിഷ്ണുവിൻ്റെ ഒപ്പം അമ്പലത്തിൽ പോവുകയാണ്. ഇതെന്ത് പെട്ടെന്ന് നിനക്കൊരു ഭക്തി? ഇത് കൊള്ളാം. എനിക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലേ? അമ്പലത്തിൽ പോകുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് നല്ല ശീലങ്ങളൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഒരാളെ നന്നാവാനും അനുവദിക്കില്ലല്ലോ. നന്ദൻ ബുള്ളറ്റിൻ്റെ ചാവിയും കറക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. എടോ, അവൻ്റെ ആ പോക്കിന് എന്തോ പന്തികേടുണ്ട്. കുറച്ച് നാളായി ഞാനത് ശ്രദ്ധിക്കുന്നു. നന്ദൻ്റെ ബൈക്ക് പുറത്തേക്ക് നിർത്തി മൊബൈലെടുത്ത് വിഷ്ണുവിൻ്റെ നമ്പറിൽ കോൾ ചെയ്തു. വിഷ്ണു ഫോൺ ചെവിയിലേക്ക് വെച്ചതും നന്ദൻ ഒറ്റ ശ്വാസത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തി. എടാ, വീട്ടിൽ നിന്ന് ചിലപ്പോൾ അച്ഛനും അമ്മയും ആരെങ്കിലും വിളിച്ചാൽ ഞാൻ നിൻ്റെ ഒപ്പം അമ്പലത്തിലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉവ്വെന്ന് മാത്രമേ പറയാവൂ. ആഹാ, അപ്പോൾ അത് കൊള്ളാം. എൻ്റെ പേരും പറഞ്ഞ് നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? എടാ, ഞാനൊന്ന് അപ്പുവിൻ്റെ കൂടെ കുന്നിന്മേലുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുകയാണ്. ഈയിടെയായി നിനക്ക് ഭയങ്കര ഭക്തിയാണല്ലോ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. ഇതിനെല്ലാം തന്നെ എന്നെയും കൂടി വലിച്ചിടുന്നതാണ് എന്തിനാണെന്ന് എൻ്റെ സംശയം. അവിടെ വരെയൊക്കെ എത്തി കാര്യങ്ങൾ നടക്കട്ടെ. ഇവിടെ നമുക്കൊരെണ്ണം സെറ്റായിട്ട് പോലും ഒന്നും നടക്കുന്നില്ല. ഒന്ന് പോടാ ഫോൺ വച്ചിട്ട്.
ബൈക്ക് ഒതുക്കി നിർത്തിയിട്ട് നന്ദൻ നേരെ പടി കയറി മുകളിലേക്കെത്തി. അപ്പോൾ കണ്ടു ശ്രീകോവിലിൽ നിന്നും മുന്നിൽ കണ്ണടച്ച് നിന്ന് തൊഴുന്ന അപ്പുവിനെ. നന്ദൻ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ച് പ്രാർത്ഥിച്ചു. കൃഷ്ണ, ഒരാപത്തും കൂടാതെ അപ്പുവിനെ എൻ്റെ കൈകളിൽ തന്നെ ഏൽപ്പിക്കണേ. ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരരുതേ. എൻ്റെ താലിക്കും സിന്ദൂരത്തിനും അവകാശി എന്നും എൻ്റെ അപ്പു മാത്രമായിരിക്കണേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്നു അപ്പു. എന്തായിരുന്നു മാഷേ ഇത്രയും വലിയ പ്രാർത്ഥന? കുറെ നേരമായി മാഷ് കണ്ണടച്ച് നിൽക്കുന്നത് കണ്ടു. ഞാനും ഭഗവാനും തമ്മിൽ ഒരു ഡീൽ, അതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ആലിൻ്റെ ചോട്ടിൽ പോയിരിക്കാം. രണ്ടുപേരും കൂടി കൈ കൊരുത്തു പിടിച്ചുകൊണ്ട് ആൽമരത്തിനടുത്തേക്ക് ഇരുന്നു. ഇലച്ചീന്തിൽ നിന്നും ഒരു നുള്ളി ചന്ദനം അവൾ നന്ദൻ്റെ നെറ്റിയിൽ തൊടുവിച്ചു. രണ്ടുപേരും അല്പനേരം ഒന്നും സംസാരിച്ചില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു മാഷേ. അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഏട്ടനറിയില്ല, അമ്മയ്ക്കറിയാമെന്ന് തോന്നുന്നു. ഞാനറിയാതെ എന്തൊക്കെയോ നമുക്ക് ചുറ്റും നടക്കുന്നത് പോലെ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു. വല്ലാത്ത ഭയമാണ് മാഷേ എനിക്കിപ്പോൾ. ഏട്ടൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അച്ഛനോട് ആരെങ്കിലും എൻ്റെ വിവാഹാലോചനയെ പറ്റി സംസാരിച്ചു എന്ന് പോലും എനിക്ക് ഭയം തോന്നുന്നു. അവൾ പറയുന്നതൊക്കെ കേട്ടപ്പോൾ 2-3 ദിവസമായി തൻ്റെ മനസ്സിലുള്ള ഇതേ കാര്യങ്ങളൊക്കെയാണെന്ന് നന്ദന് തോന്നി. പക്ഷെ അതും കൂടി പറഞ്ഞ് അപ്പുവിനെ വിഷമപ്പെടുത്തേണ്ട എന്ന് നന്ദൻ തീരുമാനിച്ചു. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പു. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലുടനെ നിന്റെ അച്ഛൻ അവർക്കൊപ്പം നിന്നെ കെട്ടിച്ചു വിടുമോ? നീ ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് പഠിത്തത്തിലുഴപ്പരുത്. ഒന്നാമത് എക്സാം ഇങ്ങെത്തി. അത്രയും പറയുമ്പോഴും നന്ദൻ്റെ മനസ്സിൽ എന്തോ ഭയമെന്ന് മൂടുന്നത് അവൻ അറിഞ്ഞു. അപ്പു പിന്നെയും എന്തൊക്കെയോ ആലോചനയിൽ അങ്ങനെ ഇരുന്നു. അപ്പൂ, നേരം ഒരുപാടായി, ഇനിയും ഇരിക്കേണ്ട, നമുക്ക് പോകാം മോളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ മെസ്സേജ് ഇട്ടാൽ മതി. നീ പേടിക്കുന്ന ഒന്നും തന്നെ സംഭവിക്കില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. എത്രയൊക്കെ മനസ്സിനെ അടക്കി നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അപ്പുവിന് വല്ലാത്ത വേദന തോന്നി. അവളുടെ മനസ്സിലെ സങ്കടം മുഴുവനും കണ്ണുനീർ തുള്ളിയായി പുറത്തേക്ക് വന്നു. അവൾ തൻ്റെ കൈകൾ കൊണ്ട് നന്ദൻ്റെ കൈകളെ കൂട്ടിപ്പിടിച്ചു. നന്ദേട്ടൻ ഇല്ലാതെ അപ്പുവിന് പറ്റില്ല. എന്നെ ഉപേക്ഷിക്കല്ലേ നന്ദേട്ട, വേണ്ടെന്ന് വെക്കല്ലേ. ആരെതിർത്താലും എന്നെ ചേർത്ത് പിടിക്കണേ. കണ്ണു നിറച്ച് പറയുന്ന പെണ്ണിനെ കണ്ടപ്പോൾ നന്ദൻ്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു. നന്ദൻ അവളുടെ കൈകൾക്ക് മേലെ തൻ്റെ കൈകൾ വെച്ച് ചേർത്ത് പിടിച്ചു. ഇങ്ങനെ കരയല്ലേ അപ്പൂ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ നെഞ്ചിലെ അവസാന ശ്വാസം പിടിക്കുന്നത് വരെ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചുകൊള്ളും. രണ്ടുപേരും എഴുന്നേറ്റ് ഒരിക്കൽ കൂടി അമ്പലം വലം വച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി എന്നാ മാഷേ ഇതേപോലെ കാണുന്നത്? ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വരുന്നതിൻ്റെ അന്ന് കാണാം. അതിന് ഇനി 2 ദിവസം കൂടി ബാക്കിയില്ലേ മാഷേ? 2 ദിവസം അപ്പൂട്ടൻ എന്തു പറയാനുണ്ടെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് ഞാൻ നോക്കിയില്ലെന്ന് കണ്ട് വിഷമിക്കരുത്. ഞാൻ ഓൺലൈനിൽ വരുമ്പോൾ നോക്കി മറുപടി തരാം. പിന്നെ പകൽ സമയങ്ങളിൽ കഴിയുന്നതും മൊബൈൽ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കണം. പറയുന്നത് അപ്പൂവിന് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മിണ്ടാതെ അവൾ മുഖം കുലുക്കി. ഇങ്ങനെ നീ വിഷമിച്ച മുഖവുമായി ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുമോ അപ്പൂ? ബൈക്കിനടുത്ത് എത്തുന്നത് വരെ രണ്ടുപേരും കൈ കൊരുത്തു പിടിച്ച് തന്നെയാണ് നടന്നത്. എന്തിനാച്ചാ ഇന്നലെ അപ്പുവിൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചത്? സ്റ്റോക്കിൻ്റെ വിവരങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അനീഷിൻ്റെ ചോദ്യം കേട്ട് രഘു അവനെ മുഖമുയർത്തി നോക്കി. എടാ, അവൾ എപ്പോഴായാലും മറ്റൊരു വീട്ടിൽ പോകേണ്ട കുട്ടിയാണ്. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് മാത്രമേ അവളുടെ അച്ഛനായ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ അവൾക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. അവർക്ക് അവളെ വലിയ ഇഷ്ടമായി. അതുകൊണ്ടാണ് എന്നോട് നേരിട്ട് വന്ന് ഇക്കാര്യം സംസാരിച്ചത്. അവളുടെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം അവളോട് സംസാരിച്ചാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നിന്റെ കല്യാണത്തോടൊപ്പം തന്നെ അവളുടെ കല്യാണം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അവളുടെ പഠിത്ത കാര്യമൊക്കെ പിന്നെ അവർ തന്നെ നോക്കിക്കൊള്ളും. ഇപ്പോഴും അവർ ആരാണെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞില്ല. എന്നെപ്പോലെ തന്നെ അവളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം നിനക്കുമുണ്ട്. അതുകൊണ്ട് നിന്നോട് ആലോചിക്കാതെ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ എൻ്റെ തീരുമാനം തെറ്റാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല.
അതുകൊണ്ട് നീ എൻ്റെ ഒപ്പം തന്നെ കൂടെ കാണണം. അച്ഛൻ ആളാരാണെന്ന് പറയേ. അനീഷിൻ്റെ ക്ഷമ നശിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ ആലോചന വളരെ ഇഷ്ടപ്പെട്ടു. ജാതകങ്ങൾ തമ്മിൽ 10ൽ 10 പൊരുത്തവുമാണ്. RK ഗ്രൂപ്പ് ഓഫ് കമ്പനി ഓണറായ ദേവദത്ത് അവരുടെ കുടുംബത്തിലേക്കാണ് അപ്പുമോളെ ക്ഷണിക്കുന്നത്. അച്ഛൻ എന്താ പറഞ്ഞത്? RK ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ദേവദത്തെന്നോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അപ്പുവിന് അവിടെ നിന്നൊരു ബന്ധം. ഞാൻ പറഞ്ഞത് സത്യമാണ്. രാജശേഖരൻ സാറാണ് എന്നെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ദേവപ്രഭ നിന്റെ നിശ്ചയത്തിന് വന്നിരുന്നു. അവിടെ വെച്ച് ഞാൻ അവർക്ക് അപ്പുവിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് സാർ എന്നെ വിളിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അവളുടെ ഭാഗ്യമാണ് മോനെ ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയത് തന്നെ. നമ്മുടെ അപ്പു സന്തോഷമായി ജീവിക്കുന്നത് കാണാനല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അവർ അവനെ പൊന്നുപോലെ നോക്കും. അത്രയ്ക്ക് നല്ല പയ്യനാണ്. അപ്പുവിൻ്റെ എക്സാം ഒന്ന് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അമ്മയ്ക്ക് അവളെ അത്രമാത്രം ഇഷ്ടപ്പെട്ടു. അച്ഛാ, എന്നാലും നമുക്ക് ഈ ബന്ധം വേണോ? നമ്മളെക്കാൾ ഉയർന്നവരുമായി ബന്ധം കൂടുന്നത് അത്രയും ശരിയാകുമോ? അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അവരുടെ നിലവാരത്തിനടുത്തൊക്കെ ഉയരാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? കുഞ്ഞുകളി മാറാത്ത നമ്മുടെ അപ്പുവിനെ കൂട്ടിലടച്ചതുപോലെ ആകില്ലേ? അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട. ഞാൻ അറിഞ്ഞിടത്തോളം അവർ നല്ല കൂട്ടരാണ്. ഈ ബന്ധം നമ്മുടെ അപ്പുവിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത്. അതുകൊണ്ട് എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇതിന് നീക്കുപോക്ക് ചെയ്ത് തുടങ്ങും. ഇതിപ്പോൾ എന്തായാലും അപ്പുവിനോട് സംസാരിക്കാൻ നിൽക്കണ്ട. അവളുടെ എക്സാമൊക്കെ കഴിയട്ടെ. അനീഷിനെന്തോ അതത്രയ്ക്ക് ഇഷ്ടമായില്ല. വൈകുന്നേരം ഷോപ്പിൽ ഫ്രീ ആയിരിക്കുമ്പോഴാണ് സിമിയുടെ കോൾ വന്നത്. എത്ര നാളായി അനീഷേട്ടാ ഞാൻ അവിടെ നിന്ന് പോന്നിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും എന്നെ വിളിക്കാൻ തോന്നിയോ? ഇത്രമാത്രം തിരക്ക് എന്താ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ മാത്രം? എടി, ഇവിടെ അച്ഛനും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എൻ്റെയും അച്ഛൻ്റെയും കണ്ണ് വേണം. സെയിൽസിലും ഗോഡൗണിലും ഒക്കെ നിൽക്കുന്നവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ പർച്ചേസിലും ചിലപ്പോൾ ബില്ലിങ്ങിൽ അങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരും. അങ്ങനെ പല പല തിരക്കുകളിലായിരിക്കും. നിനക്കെന്താ എന്നെ വിളിച്ചാൽ? പിന്നെ എന്തുണ്ട് അനീഷേട്ടാ അവിടെ വിശേഷം? അമ്മായിയും അമ്മാവനും അപ്പുക്കളെയും ഒക്കെ സുഖമായിരിക്കുന്നുവോ? എടി, നീ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ എല്ലാവരെയും വിശേഷങ്ങൾ തിരക്കാതെ. അച്ഛനും അമ്മയും അപ്പുവും ഒക്കെ സുഖമായിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖം തന്നെയാണോ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. അതിനുശേഷം അമ്മായിയും അമ്മാവനും അപ്പുക്കളെയും ഒക്കെ സുഖമായിരിക്കുന്നുവോ? എടി, നീ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ എല്ലാവരുടെയും വിശേഷങ്ങൾ തിരക്കാതെ. അച്ഛനും അമ്മയും അപ്പവും സുഖമായിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖം തന്നെയാണോ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ഏട്ടനിടയ്ക്ക് വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റോ? എന്നിട്ട് നീ എന്താ എന്നെ വിളിച്ചു പറയാത്തത്? പേടിക്കാനൊന്നുമില്ല. ബൈക്ക് ഒന്ന് ആക്സിഡൻ്റ് ആയതാണ്. ചെറുതായി ഒന്ന് ഉരഞ്ഞു വാരി, അത്രയേ ഉള്ളൂ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എങ്കിലും നീ ഇതെന്തു പണിയാ സിമി കാണിച്ചത്? ഒന്ന് വന്ന് നോക്കാനുള്ള കടമ ഞങ്ങൾക്കില്ലേ? ഇപ്പോൾ അറിഞ്ഞതുപോലുമില്ല. ഇതൊക്കെ പോട്ടെ, അനീഷേട്ടൻ എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നത്? എത്ര നാളായി കണ്ടിട്ട്. എനിക്കൊന്ന് കാണാൻ കൊതിയാകുന്നു. വരാമടി ഒരു ദിവസം, ഞായറാഴ്ച ആവട്ടെ. വേറെ പ്രോഗ്രാം ഒന്നുമില്ലെങ്കിൽ ഉറപ്പായും വരാം. ആ ശരി, എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുക.